നമുക്ക് വികസനം വേണം. വികസനവും സാമൂഹ്യ സാഹചര്യങ്ങളും പരിസ്ഥിതിയും എല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിക്കുന്ന സന്തുലിത വികസനമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. പത്മനാഭൻ സാറിവിടെ സൂചിപ്പിച്ചു. നിയമനിർമ്മാണങ്ങളുമായൊക്കെ ഞാൻ നിയമസഭാ സാമാജികനായിരിക്കുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന, എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചാൽ നോട്ട് തയ്യാറാക്കി നമുക്ക് കാര്യകാരണ സഹിതം അത് അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹം വിശദമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ, നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട സബ്മിഷനുകൾ, നിയമനിർമ്മാണ വേളയിൽ അതുമായി ബന്ധപ്പെട്ട് ഭേദഗതി നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഒരു വാക്ക് പോലും വെട്ടാതെ എഴുതി കൊടുക്കാൻ കഴിയത്തക്കവണ്ണം തയ്യാറാക്കി തന്നിട്ടുള്ള സുകുമാരൻ നായർ സാറിനെ ഞാൻ ഓർക്കുകയാണ്. കാരണം അക്കാര്യത്തിൽ അദ്ദേഹം ഒരു വലിയ അവഗാഹമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് ഏത് കാര്യം ചോദിച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാൻ കഴിയുമായിരുന്നു, പെട്ടെന്ന് ഈ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ അംഗമായിരിക്കുന്ന കാലത്ത് ഞാൻ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആ പരിസ്ഥിതി കമ്മിറ്റിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലടക്കം ഈ നദീ പുനരുദ്ധാരണം ഉൾപ്പെടെ ഒട്ടേറെ സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തി, തെളിവെടുപ്പ് നടത്തി ഇവിടൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആ തെളിവെടുപ്പിൽ സ്ഥിരമായി ഹാജരാകുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവിടെ വർഗീസ് മാത്യു സാറ് മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. വളരെ അപകടകരമായ നിലയിലേക്ക് ആ മലിനീകരണം എത്തിയ ഒരു കാലഘട്ടത്തിൽ അവിടെ ഞങ്ങൾ നിരന്തരമായി, കാരണം ഇതിൻ്റെ പരിശോധനയും അതിൻ്റെ കുറവും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിരന്തരമായി കടന്നു വന്നതും ഈ പരിസ്ഥിതി കമ്മിറ്റി തന്നെ ഞാനും രാജു എബ്രഹാം അടക്കമുള്ള ആളുകളെ ഒരു ഉപസമിതിയായി വെച്ച് നിരന്തര പരിശോധനയ്ക്കുള്ള സാഹചര്യം ഒരുക്കിയതുമൊക്കെ ഞാൻ ഓർക്കുന്നു. അപ്പോൾ അവിടൊക്കെ സുകുമാരൻ നായർ സാറിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ ആ സ്വസിദ്ധമായ ഒരു ചിരിയോടെ കടന്നു വന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ രൂപം, അദ്ദേഹം സംസാരിക്കുന്ന ആ ശബ്ദ ഒരു അതിൻ്റെ ഒരു ഇത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഇതൊക്കെ എൻ്റെ മനസ്സിലൂടെ അതുപോലെ കടന്നു വരുന്നുണ്ട്. കാരണം അത്രമാത്രം ഈ രംഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ അനുസ്മരണ സമ്മേളനം നടക്കുമ്പോൾ നിരന്തരമായി അനുസ്മരിക്കപ്പെടേണ്ട ആളാണ് ശ്രീ NK സുകുമാരൻ നായർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, പരിസ്ഥിതി കണക്കിലെടുക്കാതെ പരിസ്ഥിതി നശിപ്പിക്കുന്ന തരത്തിലുള്ള രാജ്യത്തിന്റെ വികസന സങ്കല്പം എന്ന് പറയുന്നത് അത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ NK സുകുമാരൻ നായരുടെ ശബ്ദം നിരന്തരമായി മുഴങ്ങേണ്ട ശബ്ദമാണ്. അദ്ദേഹം നിരന്തരമായി അനുസ്മരിക്കപ്പെടേണ്ട ആളാണ്. ഇവിടെ ഓരോ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. സെമിനാർ കൂടെ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിയുടെ തുടക്കം മുതലുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അതാണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനാണ്. അല്ലാതെ ഇത് മുഴുവൻ കുത്തിവാരി, ഇവിടെ പത്മലാൽ സാർ സംസാരിച്ചപ്പോഴും ഒക്കെ പലരും സംസാരിച്ചപ്പോഴും പ്രകൃതി വിഭവങ്ങളെ കുറിച്ച്, പ്രകൃതി ചൂഷണം എന്ന വാക്ക് ഇവിടെ പലതവണ പരാമർശിക്കുകയുണ്ടായി. ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണം എന്ന് പറഞ്ഞാൽ അമിതമായി അത് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ ഇല്ലാതെ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പമാണ് ചൂഷണം എന്ന് പറയുന്നത്. ഇപ്പൊ ചൂഷണം മാത്രമാണ് നടക്കുന്നത്. വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളാവട്ടെ മറ്റു വിഭവങ്ങളാവട്ടെ ഒക്കെ അതൊരു കച്ചവട വസ്തുവായി മാത്രം കാണുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ, വർത്തമാന കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അതാണ്, എല്ലാം കച്ചവട വസ്തുവാണ്. ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവിടെ പറഞ്ഞല്ലോ, 91 ഉദാരവൽക്കരണത്തിന്റെ ഒരു അനന്തര ഫലമായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന കാര്യമാണ്. എന്തും പരമാവധി ഉപയോഗിക്കുക, യൂസ് ആൻഡ് ത്രോ, ആ നിലയിലുള്ള ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു ആപ്തവാക്യമാണ്. അത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഇതിന്റെ മൂല്യവത്തായ ഒരു ഘടന, അതിന്റെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് ജീവിതക്രമം, ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ അത്രയും ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു പമ്പാ പരിരക്ഷണ സമിതി അടക്കം രൂപീകരിച്ചുകൊണ്ട്
പിന്നെ സുകുമാരൻ നായർ സാറും സഹപ്രവർത്തകരും ഒക്കെ രംഗത്ത് വരുമ്പോൾ അന്ന് നമ്മൾ നേരിട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മലിനീകരണവും മണൽ വാരലുമാണ്. അതാണ് അന്നത്തെ ഒരു വലിയ ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ ഉണ്ടായത്. ഇന്നിപ്പം അതൊക്കെ മാറിയിരിക്കുന്നു. മണൽ വാരലും അല്ലെങ്കിൽ മലിനീകരണം എന്നൊക്കെ ഒരു സാധാരണ സംഭവമായി മാറി. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളായി ഇത് കുത്തിവാരുക എന്നുള്ള നിലയിലേക്ക്, ഇത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളെത്തി. അടിസ്ഥാനപരമായ ഘടകങ്ങളോട്, അടിസ്ഥാന മൂല്യങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ പിന്നെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നിരിക്കും. എത്ര അപകടങ്ങൾ ഉണ്ടായാലും നമുക്കിത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ മാറുന്ന കാലാവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് പറയാൻ എനിക്ക് അർഹതയില്ല, അർഹതയുള്ളവരിവിടെ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ കടന്നു പോകുന്നത്. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. ഇപ്പോൾ ഉച്ചയാകുമ്പോൾ ഇത് അവസാനിപ്പിക്കണം എന്ന് പാറക്കടവിൽ സാറ് പറഞ്ഞു. കാരണം ഉച്ചകാലത്തെ ചൂടേറ്റ് ഇത് കേൾക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു ബാലൻസ് നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ എന്തുകൊണ്ട് ഇതുണ്ടായി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതാണ് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം. ഒരു 2-3 ആഴ്ച മുമ്പ് വരെ, ജനുവരി അവസാനം വരെ, ഡിസംബറിൽ തണുപ്പും അതൊക്കെ നമ്മൾ നേരത്തെ പരിചിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്. ഇപ്പോൾ ജനുവരിയൊക്കെ വന്നപ്പോൾ എന്താണ്, പകല് ഭയങ്കര ചൂട്, വെളുപ്പായുമ്പോൾ രാത്രി ഒരു അർദ്ധരാത്രി കഴിഞ്ഞാൽ തണുപ്പ്, രാവിലെ എണ്ണിച്ചാൽ വലിയ തണുപ്പ്. എന്താ അതിൻ്റെ അനന്തരഫലം? പനിയും ചുവയും ഇല്ലാത്ത ഒറ്റ മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എത്രയോ ആളുകൾ ആശുപത്രിയെ ശരണം പ്രാപിച്ച് ദിവസങ്ങളോളം കിടക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞത് ഇതൊരു ചക്രമാണ്. അതിന്റെ അനന്തര ഫലങ്ങൾ ഈ നിലയിൽ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഏറ്റവും ഒടുവിൽ വന്ന അടുത്ത വലിയ കെടുതിയുമായി വരികയാണ്. ഇപ്പൊ കേരളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അത് ഞാനതിന് വിശദാംശങ്ങൾ കിടക്കുന്നില്ല. എന്തിനാണ് നിയമനിർമ്മാണം? രാജ്യത്ത് നിന്ന് പാർലമെന്റ് പാസ്സാക്കിയ നിയമനിർമ്മാണം നിർത്തിക്കുകയാണ്. ഏതൊരു പദ്ധതി കൊണ്ടുവരുമ്പോഴും പാരിസ്ഥിതികാഘാത പഠനത്തെക്കുറിച്ച് വേണം, സാമൂഹികാഘാത പഠനം നടത്തണം. ഈ 2 പഠനങ്ങളുടെയും റിപ്പോർട്ടിൽ ക്ലിയറൻസ് കൊടുക്കാവുന്ന ഘട്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തിനായി നിയമം ഉണ്ടാക്കിയത്? നിയമം ഉണ്ടാക്കിയത് അത് പാലിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പം ചെയ്യുന്നത് എന്താണ്? വൻകിടക്കാരായ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ നിയമമൊന്നും ബാധകമല്ല. ഈ നിയമമൊന്നും ബാധകമല്ലാതെ, ഈ പഠന റിപ്പോർട്ടുകളില്ലാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. കാരണം എന്താ? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് കാരണം. സാമ്പത്തിക ലാഭം മാത്രമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ വൻകിടക്കാരായ ആളുകൾ രംഗത്ത് വരുന്നു. അവരാളുകളെ സ്വാധീനിക്കുന്നു, ഭരണാധികാരികളെ സ്വാധീനിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ സ്വാധീനിക്കുന്നു. അതുമായി മുന്നോട്ട് പോകാനുള്ള പുറപ്പാടുമായി ഇറങ്ങിത്തിരിക്കുകയാണ്. കേരള ഹൈക്കോടതി തന്നെ പിന്നെ കേരളയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം എന്താ? ഒരനുമതി ഇല്ലാതെ സ്വകാര്യ ഭൂമിയിൽ കയറി മഞ്ഞക്കെട്ടി ഇട്ടതിന്റെ പേരിൽ ഞാനടക്കമുള്ള ആളുകൾ കോടതികൾ കയറി ഇറങ്ങുക. ഇപ്പോഴും പല കേസുകളും തീർന്നു, ഇപ്പോഴും കോടതികൾ കയറിയിരിക്കുക. എന്റെ പറമ്പിൽ വന്ന് അനുമതിയുള്ള ഒരു പദ്ധതിയുടെ പേരിൽ സർക്കാരോ സംവിധാനമോ ഇടപെട്ടാൽ നമുക്ക് മനസ്സിലാകും. ഒരു അനുമതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രവർത്തിക്കുക, ഏറ്റെടുക്കൽ, ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രവർത്തിക്കുക. യാതൊരു അനുമതിയില്ല. ഇപ്പോൾ ഇവിടെ പത്മനാഭൻ സാർ പറഞ്ഞു ഏറ്റവും ഒടുവിലത്തെ അപകടത്തെ കുറിച്ച്. മണൽ വാരാൻ പോവുക, കടല് ഊറ്റാൻ പോവുകയാണ്. അദ്ദേഹം കൊല്ലം പരപ്പിനെ കുറിച്ച് പറഞ്ഞു. കൊല്ലം പരപ്പ് കൊല്ലത്തിന്റെ അങ്ങേയറ്റം മുതൽ അമ്പലപ്പുഴ വരെയാണ്. സാറേ, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ പിന്നെ ടെൻഡറിലാണ് കൊല്ലം പരപ്പ് പെടുത്തിയിരിക്കുന്നത്. ചാവക്കാടടക്കം അങ്ങോട്ട് കേരളം മുഴുവൻ ഈ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ്. കേരളം മുഴുവൻ ഈ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുക. എന്താ ഇതിന്റെ സ്ഥിതി? സുനാമി അടക്കമുള്ള പ്രതിഭാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിന്റെ കോരുമ്പോഴുള്ള അതിന്റെ പ്രത്യാഘാത ഒരു പഠനവും നടത്തിയിട്ടില്ല. അതാണ് സത്യം. മണല് കോരി ചെളിയും മറ്റു സാധനങ്ങളും ഒക്കെ തരംതിരിച്ച് ഇത്തരം കാര്യങ്ങൾ, ഇത് തരംതിരിക്കാനുള്ള സംവിധാനം, അത് എവിടെയെങ്കിലും നിക്ഷേപിക്കാനുള്ള സംവിധാനം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ തീരപ്രദേശങ്ങളിലുണ്ടോ? തീരദേശ ജനതയെക്കുറിച്ച് ഒരു നിമിഷം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രജനനം സംബന്ധിച്ച് ഒരു നിമിഷം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ലോക പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആകെ മത്സ്യ ഉത്പാദനത്തിന് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ അറബിക്കടലും ഈ ഏരിയ മാത്രമാണ്. അതാണ് ലോക പഠന റിപ്പോർട്ട് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം തീർന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇത് എന്നേക്കുമായി ഇല്ലാതാകുന്ന, ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിൽ നഷ്ടമാകുന്ന, മത്സ്യസമ്പത്തില്ലാതാകുന്ന, പാരിസ്ഥിതിക്ക് സർവനാശം ഉണ്ടാക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. കാര്യം എന്താ? അന്താരാഷ്ട്ര ഭീമന്മാർ ഈ രംഗത്തേക്ക്, അവർക്ക് അതിന് വേണ്ട സംവിധാനമുണ്ട്, ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. അപ്പോൾ കടന്നു വരുമ്പോൾ
ലൈസൻസ് കൊടുക്കാൻ ആദ്യം തീരുമാനിക്കുക, എന്നിട്ടാണ് പിന്നെ പഠനം. ഇപ്പോൾ പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ടില്ല, പിന്നെ സാമൂഹ്യാഘാത പഠനം നടത്തിയിട്ടില്ല. ഈ പ്രക്ഷോഭത്തിന്റെ അന്തരീക്ഷം മുറുകിയതിനു ശേഷം ഈ പഠനം നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈ പഠനം നടത്താതെ എങ്ങനെയാണ്? കഴിഞ്ഞ 17 ടെൻഡർ കൊടുക്കേണ്ട അവസാന തീയതി 27 അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനാണ് ആ ടെൻഡർ ഡേറ്റിൽ ഫിക്സ് ചെയ്തിരുന്നത്. ഈ പഠനങ്ങളൊന്നുമില്ലാതെ നടപടിയിലേക്ക് കടക്കുകയാണ്. ഈ അപകടമാണ് ഇന്നിപ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആത്യന്തികമായ അപകടം എന്താണ്? അതാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മാറുന്ന പരിസ്ഥിതി എന്നുള്ള ഒരു അവസ്ഥാവിശേഷം. നമുക്ക് ജീവിക്കാൻ കഴിയാത്ത, ഇപ്പോ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ വർഗീസ് തോമസ് പറഞ്ഞു, അദ്ദേഹം പിന്നെ ഡൽഹിയിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. നാളെ വെള്ളമില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നതിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറയട്ടെ. ഞാൻ പറഞ്ഞ ഇത്തരം ഒരു വലിയ അപകടത്തെ നമ്മൾ നേരിടുന്നു. അപ്പോൾ നമുക്ക് വികസനം വേണം. വികസനവും സാമൂഹ്യ സാഹചര്യങ്ങളും പരിസ്ഥിതിയും എല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിക്കുന്ന സന്തുലിത വികസനമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യൂറോപ്പ് കണ്ടിട്ട്, റഷ്യ കണ്ടിട്ട്, ദുബായ് കണ്ടിട്ട് ദുബായ് മോഡൽ എന്ന് പറഞ്ഞ് കേരളത്തിൽ എന്തെങ്കിലും പറിച്ചു നടാം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. കേരള മോഡലെ കേരളത്തിൽ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒരു ആകത്തുക. അതാണ് ഈ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന സ്വാർത്ഥ ചിന്തയോടുകൂടി നമ്മൾ നടത്തുന്ന എല്ലാം നമ്മൾ പരമാവധി ഉപയോഗിക്കുകയാണ്. പരമാവധി ഉപയോഗിക്കാനല്ല പറഞ്ഞത്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി പ്രകൃതി വിഭവങ്ങൾ ബാക്കി വെക്കത്തക്കവണ്ണം ആ നിലയിൽ കരുതലോടുകൂടി പ്രകൃതിയെ കരുതാനും ആ വിഭവങ്ങൾ ഉപയോഗിക്കാനുമുള്ള ദൗത്യമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ദൗത്യം വിസ്മരിച്ച് ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരായി ജാഗരൂകമാകേണ്ട സമയമാണിത്. എൻ കെ സുകുമാരൻ നായർ സാറിനെ പോലെയുള്ള ആളുകൾ, ചെറുപ്പക്കാർ, ഇവിടെ തോമസൺ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ചെറുപ്പക്കാരായ ആളുകളൊന്നും ഈ രംഗത്തേക്ക് കടന്നു വരുന്നില്ല എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്തരമൊരു ചിന്ത പകരാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു ദുര്യോഗമായി നിൽക്കുകയാണ്. ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പാട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ പാട്ടെന്താ? രക്തം കൊണ്ട് ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, കത്തി കൊണ്ട് എഴുതുന്നതും ഒക്കെയാണ് ഇപ്പോഴത്തെ പാട്ട്. പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയുടെ ഭംഗിയെക്കുറിച്ച്, നദികളെക്കുറിച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ ആകെ കൂടെ ഇത്തരത്തിൽ ആക്രാന്ത ഉള്ളവരായി, എല്ലാ ആക്രാന്തത്തിന്റെയും അതിന്റെ പരമകോടിയിൽ എത്തി നിൽക്കുന്ന ആളുകളായി നമ്മൾ മാറിയിരിക്കുമ്പോൾ ഈ അപകടങ്ങളൊക്കെ നമ്മളെ പതിയിരിക്കുന്നു എന്ന് നമ്മൾ മറക്കരുത്. സുനാമി നമ്മുടെ മുമ്പിലുണ്ട്, മഹാപ്രളയം നമ്മുടെ മുമ്പിലുണ്ട്, മഹാപ്രളയത്തിന് ശേഷമുള്ള 2019 പ്രളയം നമ്മുടെ മുമ്പിലുണ്ട്, ചൂരൽമലയും ഉണ്ടക്കയും നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിരന്തരമായി അപകടങ്ങൾ നമ്മുടെ മുമ്പിൽ പതിയിരിക്കുമ്പോൾ അതിനെ കരുതലോടുകൂടി കാണാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇവിടെ നടക്കുന്ന ചർച്ച അതിലേക്ക് നമ്മുടെ വഴി തുറക്കുന്നതാവട്ടെ എന്ന ആശംസയാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത്.